ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ, ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം. ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെ സ്വാധീനിക്കുന്നത് അന്തർദേശീയവും ദേശീയവുമായ ഘടകങ്ങളാണ്. അത്തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ച അന്തർദേശീയവും ദേശീയവുമായ ഘടകങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു അന്തർദേശീയമായ സാഹചര്യങ്ങൾ? ഇന്ത്യൻ വിദേശ നയത്തെ, ഇന്ത്യയുടെ വിദേശ ബന്ധത്തെ സ്വാധീനിച്ച അന്തർദേശീയമായ ഘടകങ്ങൾ എന്തൊക്കെ? ഒന്ന്, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ കാലഘട്ടം. ലോകത്ത് വലിയ പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായ, എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങളും പ്രത്യേകതകളും ഉണ്ടായ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം. ലോകം തന്നെ രണ്ട് ശാക്തിക ചേരികളായി വിഭജിക്കപ്പെട്ടിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ നേതൃത്വത്തിന് കീഴിൽ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയും രണ്ട് ശാക്തിക ചേരികളായി മാറി ലോകത്ത് ശീതസമരം ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം. ഈ ശാക്തിക ചേരികൾ തമ്മിലുള്ള പരസ്പര മത്സരങ്ങൾ നടക്കുന്ന കാലഘട്ടം. ഇന്ത്യ വിദേശ നയം സ്വീകരിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതുകൂടാതെ രണ്ടാം ലോകമഹായുദ്ധാനന്തരം ലോകത്ത് കൂടുതൽ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി. കോളനി വാഴ്ചയിൽ നിന്നും പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി. അത്തരത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും ഈ ശാക്തിക ചേരികളിൽ ഏതെങ്കിലും ഒന്നിൽ ചേരുവാൻ നിർബന്ധിതമായി. ഒന്നുകിൽ മുതലാളിത്ത ചേരിയില്, ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയില് അണിചേരുന്ന ഒരു സാഹചര്യം രണ്ടാം ലോകമഹായുദ്ധാനന്തരം ഉണ്ടായി. എന്നാൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും ഒരു ചേരിയിലും ചേർന്നില്ല. ചേരാ നയം സ്വീകരിച്ചു. മറ്റു പല രാജ്യങ്ങളുടെയും പാത നമ്മൾ സ്വീകരിച്ചില്ല. ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും ചേരാ നയമാണ് സ്വീകരിച്ചത്. ഇതാണ് ഇന്ത്യയുടെ വിദേശ ബന്ധം അല്ലെങ്കിൽ വിദേശ നയം രൂപീകരിക്കുന്നതിനെ സ്വാധീനിച്ച അന്തർദേശീയ സാഹചര്യങ്ങൾ. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ച ദേശീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെന്ന് ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. തുടർന്നുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ, ഇവയൊക്കെ ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യമായിരുന്നു നമ്മുടേത്. വിഭവ ദാരിദ്ര്യം അങ്ങേയറ്റം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു നമ്മുടേത്. ഈ വിഭവ ദാരിദ്ര്യവും സാമ്പത്തിക വളർച്ചയിലുള്ള പിന്നോക്കാവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയത്തെ സ്വാധീനിച്ച ദേശീയ സാഹചര്യങ്ങളാണ്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ വിഭജനവും അതോടനുബന്ധിച്ചുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളുമാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ, സാമ്പത്തിക വളർച്ചയിൽ നമ്മൾ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. വിഭവ ദൗർലഭ്യം വളരെ കൂടുതലായിരുന്നു. രൂക്ഷമായ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ഈ സാഹചര്യങ്ങളെ ഒക്കെ നമുക്ക് നേരിടേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ചേരിയിൽ ചേർന്നുകൊണ്ട് എതിർ ചേരിയുടെ വെറുപ്പ് ക്ഷണിച്ചു വരുത്താൻ നമ്മൾ തയ്യാറായില്ല. എന്ന് വെച്ചാൽ രണ്ട് ചേരിയുടെയും സഹായം നമുക്ക് ആവശ്യമായിരുന്നു. ഈ രണ്ട് ചേരിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ചേരിയിലും ചേർന്നില്ല. ഇതാണ് ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിലുള്ള അന്തർദേശീയവും ദേശീയവുമായ സാഹചര്യങ്ങൾ.
ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കുന്നതിനുള്ള ദേശീയവും അന്തർദേശീയവുമായ സാഹചര്യങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ചേരിചേരാ നയം? ഒരു സൈനിക ചേരിയുമായും ബന്ധമില്ലായ്മയാണ് അല്ലെങ്കിൽ ചേരാതിരിക്കലാണ് ചേരിചേരാ നയം എന്ന് നെഹ്റു പറയുകയുണ്ടായി. ഒരു സൈനിക ചേരിയുമായും ബന്ധമില്ലായ്മ, അല്ലെങ്കിൽ ഒരു സൈനിക ചേരിയിലും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് സൈനിക ചേരിയിലും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത സൈനിക ചേരിയിലും നമ്മൾ ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ചേരിയിലും നമ്മൾ ചേരുന്നില്ല. അതാണ് ചേരിചേരായ്മ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് നെഹ്റു പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ഇരു ചേരികളോടും തുല്യ അകലവും, എന്നാൽ എല്ലാ രാജ്യങ്ങളോടും സൗഹൃദവും. അതാണ് നമ്മുടെ നിലപാട്. സഹായം രണ്ടു പക്ഷത്തു നിന്നും നമുക്ക് വേണം. അപ്പൊ അതുകൊണ്ട് അവരോട് സൗഹൃദം, എന്നാൽ രണ്ടുപേരോടും തുല്യ അകലവും. അതായത് എങ്കിൽ മാത്രമേ വികസ്വര രാജ്യങ്ങളായ പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച ഏഷ്യയിലെ ആഫ്രിക്കയിലെയും രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ കഴിയൂ എന്ന് നെഹ്റുവിനെ പോലെയുള്ളവർ കരുതി. ഇരുചേരിയെയും വെറുപ്പിക്കാതിരിക്കുക, ഇരുചേരിയോടും തുല്യ അകലം പാലിക്കുക, എന്നാൽ അതേസമയം തന്നെ എല്ലാ രാജ്യങ്ങളോടും സൗഹൃദം നിലനിർത്തുക. രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടേത് സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഈ നയത്തെ ഇന്ത്യ കണ്ടത്, അല്ലെങ്കിൽ നെഹ്റു കണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ചേരിചേരാ നയം കൊണ്ട് വേറെ ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അന്തർദേശീയ തലത്തിൽ ശീതസമരത്തിന്റെ ശക്തി കുറയ്ക്കുക. അതായത് ഇവർ തമ്മിൽ ഇങ്ങനെ മത്സരിച്ച് മുന്നേറിയാൽ അത് വീണ്ടും ഒരു ലോക യുദ്ധത്തിലേക്ക്, മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നയിക്കും എന്ന ഭീതി അത് ഒഴിവാക്കുന്നതിനു വേണ്ടി ഈ ശീതസമരത്തിന്റെ ശക്തിയെ കുറയ്ക്കുക, എന്നിട്ട് അതോടൊപ്പം തന്നെ ദേശീയ താൽപര്യം സംരക്ഷിക്കുക. അപ്പൊ ദേശീയ താൽപര്യ സംരക്ഷണവും ശീതസമരത്തിന്റെ ശക്തി കുറയ്ക്കലും ഇന്ത്യയുടെ ചേരിചേരാ നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഇന്ത്യയുടെ ചേരിചേരാ നയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, റോൾ ഓഫ് നെഹ്റു ഇൻ ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ വിദേശ നയത്തിൽ നെഹ്റുവിന്റെ പങ്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള. നെഹ്റുവിനെ ആർക്കിടെക്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ആർക്കിടെക്ട്, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പിയായിട്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കണക്കാക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് വിദേശകാര്യ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ആർക്കിടെക്ട് അഥവാ ശില്പി. അപ്പോൾ വാസ്തുശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി അഥവാ വാസ്തുശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ വിദേശകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന് 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ലക്ഷ്യങ്ങൾ, വാട്ട് ആർ ദി എയിംസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി? 1, പരമാധികാരം സംരക്ഷിക്കുക. 2, അഖണ്ഡത കാത്തു സംരക്ഷിക്കുക. 3, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു. 1, ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുക. 2, ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക. 3, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുക. ഈ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇന്ത്യൻ വിദേശ നയത്തിനുണ്ടായിരുന്നു. ഇതിന് 3നും കോട്ടം വരാത്ത വിധത്തിലുള്ള വിദേശ നയമാണ് രൂപപ്പെടുത്തപ്പെട്ടത്. പരമാധികാരം സംരക്ഷിക്കുക, അഖണ്ഡത കാത്തുസൂക്ഷിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. അതിനുവേണ്ടി നെഹ്റു സ്വീകരിച്ച സമീപനം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും 2ാം ലോക മഹായുദ്ധാനന്തര സ്വാതന്ത്ര്യം നേടിയ
രാജ്യങ്ങളെ കോർത്തിണക്കുക എന്നുള്ളതായിരുന്നു. ആഫ്രോ ഏഷ്യൻ സഖ്യം, അതായത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രണ്ടാം ലോക മഹായുദ്ധാനന്തരം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ഒരുമ അല്ലെങ്കിൽ ഐക്യം, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. ആഫ്രോ ഏഷ്യൻ സഖ്യത്തിനു വേണ്ടി, ആഫ്രോ ഏഷ്യൻ ഐക്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരുമയ്ക്ക് വേണ്ടി സ്വീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട നടപടികൾ, അതിന്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് 1947 മാർച്ച് മാസത്തിൽ നടന്ന ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്, ഡൽഹിയിൽ നടന്ന ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് ആദ്യ സ്റ്റെപ്പാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ഐക്യത്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു അത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ഡൽഹിയിൽ 1947 മാർച്ച് മാസത്തിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടപ്പെട്ടു. ഒന്നാമത്തെ സ്റ്റെപ്പ് 1947 മാർച്ച് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. തുടർന്ന് 1949 ഇന്റർനാഷണൽ കോൺഫറൻസ്, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ വിളിച്ചുകൂട്ടി ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏഷ്യൻ രാജ്യമായ ഇന്തോനേഷ്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അതിനുവേണ്ടി നിലപാടെടുക്കുന്നതിന് വേണ്ടി 1949 ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് കൂടി, ഇന്റർനാഷണൽ കോൺഫറൻസ് 1949 കൂടി. ഈ സമ്മേളനത്തിൽ വർണ്ണവിവേചനത്തെ ശക്തമായി വിമർശിച്ചു. വർണ്ണവിവേചനത്തെ ശക്തമായി എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. തുടർന്ന് 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് കൂടപ്പെട്ടു. 1955 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ സമ്മേളനമാണ് 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ്. ഇന്തോനേഷ്യയിലെ ബാന്തൂങ് എന്ന പട്ടണത്തിലാണ് അത് കൂടിയത്. ശരിക്കും പറഞ്ഞാൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചാൽ 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ് സമ്മേളനമാണ്. ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ നടന്ന സമ്മേളനത്തിലാണ്, ആ സമ്മേളനമാണ് പിന്നീട് ചേരിചേരാ പ്രസ്ഥാനത്തിലേക്ക് വഴിതെളിച്ചത്. 1955 ആ സമ്മേളനത്തിലെ ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തുടർന്ന് 1961 സെപ്റ്റംബർ മാസം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നു. ബാന്തൂങ് സമ്മേളനത്തിനു ശേഷം 1961 സെപ്റ്റംബർ മാസത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നു യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡില്. അപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ അല്ലെങ്കിൽ ആദ്യ കല്ലിട്ട സമ്മേളനം എന്ന് പറയുന്നത് 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിലാണ്. 1961 സെപ്റ്റംബറിലാണ് ഇതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അത് നടന്നത് യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം 1961 സെപ്റ്റംബറിലെ യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡില്. ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത 5 പ്രമുഖ നേതാക്കന്മാരുണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓഫ് ഇന്ത്യ, ക്വാമെ ക്രൂമ ഓഫ് ഘാന, നാസർ ഈജിപ്ത്, സുകാർണോ ഇന്തോനേഷ്യ, മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയ. ഈ 5 നേതാക്കന്മാരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കൾ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ക്വാമെ എൻ ക്രൂമ, ഖാനക്കാരനായ ക്വാമെ എൻ ക്രൂമ, നാസർ, ഈജിപ്തിലെ നേതാവായിരുന്ന നാസർ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന സുകാർണോ, അതുപോലെ യുഗോസ്ലോവിയയിലെ മാർഷൽ ടിറ്റോ, നെഹ്റു, ക്വാമെ എൻ ക്രൂമ, നാസർ, സുകാർണോ, മാർഷൽ ടിറ്റോ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കന്മാരായിരുന്നു ഇവരെല്ലാം.